ഹായ് മക്കളെ, നിങ്ങൾ +1 നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിർബന്ധമായും ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് വേണം ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതായത് നിങ്ങൾക്ക് ഒരു ലൈൻ തന്നു, ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നു x1 y1, ഓക്കെ അല്ലേ? ഇനി ആ ലൈനിന്റെ സ്ലോപ്പ് കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം വഴി ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ -4 ആൻഡ് സ്ലോപ്പ് 1/2. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഒരു ലൈൻ വരച്ചു, ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് -4 അതിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് പറഞ്ഞു? 1/2 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതും y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ അല്ലേ? എടാ ഇവനാണ് x1 y1, ഇവൻ സ്ലോപ്പ്. അപ്പൊ y മൈനസ് y1 ആരാണ്? 3 ഈക്വൽ ടു സ്ലോപ്പ് m ആരാണ്? 1/2 ഇൻറ്റു എക്സ് മൈനസ് x1 ആരാടാ? ദേ കിടക്കുന്നു -4. അപ്പൊ ഇവിടെ നോക്ക്, y മൈനസ് 3. ഇവിടെ ശ്രദ്ധിച്ചേ, ഈ 2 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുവാണ്. ഇവനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ചെയ്യണം. 2 ഇൻറ്റു y മൈനസ് 3 എന്നാവും. 2 നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യുക. ഈക്വൽ ടു 1 ഇൻറ്റു ബ്രാക്കറ്റിന്റെ അകത്ത് എക്സ് മൈനസും മൈനസും കൂടി ചേർന്ന് +4 ആവും. സിമ്പിൾ. ഇനി 2 ഉള്ളിലേക്ക് കൊടുക്കുക, അതുപോലെ 1 ഉള്ളിലേക്ക് കൊടുക്കുക. 2 ഇൻറ്റു y എത്രയാണ്? 2y മൈനസ് 2 ഇൻറ്റു 3 എത്രയാടാ? 6 ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 4. ഇതെല്ലാം പേർക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ 2y മൈനസ് 6, ഈ എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവൂടാ? -x ആവും. 4 ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവൂടാ? -4 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2y ഞാൻ എക്സ് എഴുതി, -6 എഴുതി, പിന്നെ ഒരു -6 ഉണ്ട്, -4 ഉണ്ട്. അപ്പൊ -10 എന്ന് എഴുതാം, ഈക്വൽ ടു 0. ലൈനിന്റെ ഇക്വേഷൻ ആയി. അപ്പൊ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. സിമ്പിൾ.